ഗുഡ് ഈവനിങ്. ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റുപ്പിയുടെ വീക്ക്നെസ് തുടരുന്നു. റെക്കോർഡ് ഫ്രഷ് ലോ ആയിട്ടുള്ള 85.11 ഹിറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് പൊതുവെ ഇന്ന് കൂളായിരുന്നു. ഇന്ത്യ വിക്സ് 10% മുകളിലിടിഞ്ഞു. ബാങ്കിങ് സ്റ്റോക്ക്, റിയാലിറ്റി, FMCG, മെറ്റൽ ഇവ മുന്നിൽ നിന്ന് നയിച്ചു മാർക്കറ്റിന് അത് ഉണർവ് നൽകി. സ്മോൾ ക്യാപ്പ്, ഓട്ടോ ഇൻഡെക്സ്, അതേപോലെ തന്നെ മീഡിയ സെക്ടർ ഇതൊക്കെയായിരുന്നു ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തിരുന്നത്. നമുക്ക് ചാർട്ടുകൾ പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വഴി നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വിജയം. മിക്ക ആളുകളും സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിപ്പെട്ടിരിക്കുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ബുള്ളിഷ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്. കഴിഞ്ഞ ഒരു വർഷം പുതുതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നവർക്കറിയാം, ഏത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും മുകളിലോട്ട് പോകുമായിരുന്നു. അപ്പം ഏത് സ്റ്റോക്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ക്യാഷ് ഉണ്ടാവും. ക്യാഷ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടോട് പറയും, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റ്, അങ്ങനെ നമ്മളും വരും മാർക്കറ്റിൽ. ഇങ്ങനെയാണ് കൂടുതൽ ആളുകളും സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തുന്നത്. ഇനി മറ്റൊരു വിഭാഗം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തിപ്പെടുന്നത് അവർ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഭാവിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഫണ്ട് വേണമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ, എങ്ങനെയാണോ പണം സ്വരൂപിച്ച് വെക്കുക, സേവിങ്സ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഫൈനാൻഷ്യൽ അഡ്വൈസുമായിട്ട് ആരെങ്കിലും വരും. ലോങ് ടൈമിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ അറിഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവർ മറ്റൊരു വിഭാഗം. ഇനി എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാറില്ല. സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് സ്റ്റോക്ക് മാർക്കറ്റിന് ആ ഒരു മേഖലയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ലക്ഷ്യം, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് വിജയം നമ്മളുണ്ടാവുന്നത്. ഒരേ മേഖലയിൽ എല്ലാവർക്കും ശോഭിക്കാൻ സാധിക്കാറില്ല എന്ന് പറയുന്ന പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലും എല്ലാവർക്കും ശോഭിക്കാൻ പറ്റാറില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് ഇണങ്ങിയിട്ടുള്ള മൈൻഡ് സെറ്റാണ് നമ്മളുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വിജയിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണോ അതിൻ്റെ ഒരു പ്രത്യേകതയിൽ ഇണങ്ങാത്ത ഒരു മൈൻഡ് സെറ്റും ഒരു ബിഹേവിയർ പാറ്റേണും നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റില്ല. സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാവർക്കും പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഇടം തന്നെയാണ്. പക്ഷേ അതിനെ നമ്മൾ നയിക്കുന്ന നമ്മുടെ ക്വാളിറ്റി, നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി മാത്രമാണ് നമ്മളെ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി, ഏതൊക്കെ ക്വാളിറ്റിയാണ് നമുക്ക് നോക്കാം. ആ ക്വാളിറ്റി നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവില്ല. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലം നമുക്ക് ലോസ് കണ്ടിരിക്കേണ്ടി വരും. മൂന്നാമത്തെ കൊല്ലം ഈ 2 കൊല്ലത്തെ ലോസും കവർ ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ, അതായത് ഒരു 15% CAGR റിട്ടേൺ തരുന്ന ഒരു സ്റ്റോക്കാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 2 കൊല്ലം വരെ നമ്മൾ ലോസ് കണ്ടിട്ട് മൂന്നാമത്തെ കൊല്ലം നമുക്ക് ആ 45% അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ CAGR വെക്കുമ്പോൾ കുറച്ചും കൂടി കൂടും. ആ ഒരു 50% മുകളിലുള്ള ഗ്രോത്ത് ഒരു വർഷം കൊണ്ട് തരും. പക്ഷേ 2 വർഷം നമ്മുടെ ലോസിലായിരിക്കും നമ്മൾ നിൽക്കുക. ഇത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രത്യേകതയാണ്. ഇത് നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ പടി. ഇത് തിരിച്ചറിയാതെ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നമ്മൾക്ക് നിലനിൽപ്പില്ല. പറഞ്ഞു വരുന്നത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? ആ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സ്വഭാവം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കാനും വിന്നർ ആവാനും പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യം തന്നെ ക്യാഷ് ഉണ്ടാക്കുക എന്നല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുക എന്നതാണ് ആദ്യത്തെ കടമ്പ. സ്റ്റോക്ക് മാർക്കറ്റിൽ മാക്സിമം വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ മാർക്കറ്റിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റിന്റെ ബിഹേവിയർ ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നു, ബുൾ മാർക്കറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സ്റ്റോക്കൊക്കെ മുകളിലോട്ട് പോകുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാഭം കിട്ടുമ്പോൾ നമ്മൾ വിൽക്കും, വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ അവസാനം മാർക്കറ്റ് ഏറ്റവും ടോപ്പിലെത്തിയതിനു ശേഷം നമ്മൾ അവിടെ വാങ്ങിയിട്ടുണ്ടാവും. പല സ്റ്റോക്ക് നമ്മൾ ആ ഒരു മൂവ്മെന്റ് കണ്ടിട്ട് വാങ്ങും. അത് കഴിഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബിഹേവിയർ മാറി, അതായത് സൈക്കിൾ മാറി, ഈ ബുൾ മാർക്കറ്റ് കഴിഞ്ഞ് ബിയറിഷ് മാർക്കറ്റ് പോകുന്ന സമയത്ത് നമ്മൾ പുതിയ ആളുകളാണ്, നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും? കുറേ സ്റ്റോക്കിൽ പെട്ടുപോകും. അതായത് നമ്മൾ മുകളിലൊക്കെ വാങ്ങിയ സ്റ്റോക്ക് ഇടിഞ്ഞ് താഴോട്ട് വരാൻ തുടങ്ങും. 50% 60% ഒക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ലോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന സമയത്ത് നമുക്ക് ക്ഷമയില്ല, നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയില്ല, നമ്മൾ പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ആദ്യത്തെ സൈക്കിളാണ് നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്ന സമയത്ത്. ആദ്യത്തെ 3 വർഷം കൊണ്ട് ഈ ഒരു സൈക്കിൾ കടന്നു പോകും. സ്റ്റോക്ക് മാർക്കറ്റ് കയറും ഇറങ്ങും. ഈ 3 വർഷം കൊണ്ട് നമുക്കൊന്നും അറിയില്ല. നമ്മൾ എന്തൊക്കെ കാണും, എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആ സമയത്ത് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇട്ടറിന് പോകും. മിക്ക ആളുകളും ഇട്ടറിന് പോകും. കാരണം ഒരുപാട് ആളുകൾ ലോസ് ബുക്ക് ചെയ്തിട്ട് പോകും. ഇനി മാർക്കറ്റിനെ കുറിച്ച് ഏകദേശം മനസ്സിലാക്കി ലോസ് ബുക്ക് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു സൈക്കിളും കൂടി വരും, ഇതേപോലെ മാർക്കറ്റ് കയറി പോകും. അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ബുൾ മാർക്കറ്റിലാണ് വന്നത്. നമ്മൾ പല സ്റ്റോക്കിലും കയറി പറ്റി, വളരെ ടോപ്പിലും കയറി പറ്റി. മാർക്കറ്റ് ഇടിഞ്ഞ സമയത്ത് നമ്മൾ 60% 70% ഒക്കെ ലോസ് കണ്ടു. പക്ഷെ നമുക്ക് വീണ്ടും ക്യാഷ് ഇടാൻ വേണ്ടിയിട്ട് പേടിയാവും, കാരണം നമുക്കറിയില്ലല്ലോ മാർക്കറ്റ് താഴെ പോയോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കും. പിന്നെ അടുത്ത സൈക്കിൾ വരുമ്പോൾ മാർക്കറ്റ് കയറി പോകും. അപ്പോൾ നമ്മുടെ സ്റ്റോക്കൊക്കെ അവസാനം പ്രോഫിറ്റിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും നമ്മൾ കൃത്യമായിട്ടുള്ള പോയിന്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ റിയലൈസ് ചെയ്യും. അങ്ങനെ രണ്ടാമത്തെ സൈക്കിൾ, അതായത് മാർക്കറ്റ് കയറിപ്പോയി, നമ്മൾ ആദ്യം പെട്ടിട്ടുള്ള സ്റ്റോക്കൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ വീണ്ടും സ്റ്റോക്ക് സൈക്കിൾ മാറി ബിയറിഷിലേക്ക് പോകും.
ആ സമയത്ത് ഒരു 5-6 വർഷമാവും നമ്മുടെ എക്സ്പീരിയൻസ് മാർക്കറ്റിൽ. ഈ 6 വർഷം കൊണ്ട് നമുക്ക് മനസ്സിലാവും മാർക്കറ്റിങ്ങിനാണ് കൃത്യമായി ഇവിടം വരെ വന്ന് ഇവിടം വരെ പോകും. ആ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് സക്സസ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഒരു 5-6 വർഷം ഇതൊരു പഠിക്കുന്ന ഒരു ഡിഗ്രി കോഴ്സിനൊക്കെ പഠിക്കാൻ 5 വർഷം എടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലും. ആദ്യത്തെ ഒരു 5 വർഷം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള വർഷങ്ങളാണ്. ക്വിക്ക് മണി പ്രതീക്ഷിച്ച് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാൾക്കും വിജയിക്കാൻ പറ്റില്ല എന്നാണ് സാരം. അപ്പം മാർക്കറ്റിന് ടൈം കൊടുക്കുക, ഈ സമയത്ത് പഠിച്ചെടുക്കുക, മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഉള്ളിലൊരു പാഷൻ വേണം മാർക്കറ്റോട്. നമ്മൾ എപ്പോഴും എല്ലാം ക്യാഷ് ഉണ്ടാക്കാൻ മാത്രമല്ല ജീവിക്കുന്നത്. ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ അത് ക്യാഷ് എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടാണ്. അത് വരും, നമ്മളിലേക്ക് വന്നു ചേരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ എന്താണോ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ലക്ഷ്യത്തോടു കൂടി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. മാർക്കറ്റ് നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ടും തരും, അതിന് യാതൊരു സംശയമില്ല. നമ്മൾ ആ ക്യാഷ് വരുന്നത് ഫ്ലോ നമ്മൾ കണ്ടു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുക, നമ്മൾ പഠിക്കുക, നമ്മൾ കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുക. ക്വിക്ക് മണി, ഇന്ന് പൈസ ഉണ്ടാക്കി ഈ പൈസ കൊണ്ട് ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നമ്മളത് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുകയോ ചെയ്യും. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടൈമിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേവിങ്സ്, നമ്മൾ ക്യാഷ് ഉണ്ടാക്കുന്നത് നാളേക്കുള്ള പൈസ എന്ന് പറയുന്നത്, സേവിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 5-10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് ഇതിനാവശ്യമുള്ള പണമാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത്രയും പണം കൊണ്ടുവന്നിട്ട് ഇന്ന് തന്നെ അത് ഇരട്ടിക്കുക എന്ന് ആഗ്രഹിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമ്മൾക്ക് ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന വർക്ക് ചെയ്യുക. അതിനൊപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക, പതിയെ ഇൻവെസ്റ്റ് ചെയ്യുക, പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്യുക. എല്ലാം കൊണ്ടുവന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നത് ഒരിക്കലും പറയില്ല. സ്റ്റോക്ക് മാർക്കറ്റിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. മെല്ലെ തിന്നാൽ പനിയും തിന്ന എന്നൊരു ചൊല്ലാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. മാർക്കറ്റ് നിങ്ങൾക്ക് റിവാർഡ് തരും, നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. നമുക്കിന്ന് ഇൻഡെക്സുകളുടെ ചാർട്ടൊക്കെ പരിശോധിച്ച് നോക്കാം. നിഫ്റ്റി 50 ആണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. 5 മിനിറ്റ് ക്യാൻഡിലാണ്. ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഓപ്പണിംഗ് ചെയ്തിട്ടുള്ള ഏകദേശം അതേ ഒരു ഏരിയയിൽ തന്നെയാണ് ഇപ്പം ക്ലോസിംഗ് ഉള്ളത്. മാർക്കറ്റ് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നൽകി പിന്നെ അവിടെ നിന്ന് താഴോട്ട് പോയി അവസാനം ക്ലോസ് ചെയ്തത് ആ ഒരു ഓപ്പണിംഗ് ഏരിയയിൽ തന്നെയാണ്. നമുക്ക് ഡെയിലി ക്യാൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. 0.7% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. അപ്പോൾ ഇത് 200 EM-ൻ്റെ മുകളിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിലെ ഒരു സൈഡ് വേയുടെ ലക്ഷണം തന്നെയാണ്. മാർക്കറ്റിൽ കാര്യമായിട്ട് വലിയൊരു കറക്ഷൻ ഒന്നും പോകുന്നു തോന്നുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ കറക്ഷനൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മാർക്കറ്റിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇവന്റ് ഫെബ്രുവരിയിലുള്ള ബഡ്ജറ്റാണ്. ബഡ്ജറ്റിന്റെ ഔട്ട്കം പോലെ ഇരിക്കും ഇനി മാർക്കറ്റ് എന്നാണ് ഞാൻ പൊതുവെ വിശ്വസിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് നേരിയ ഒരു വർധനവോടുകൂടി ക്ലോസ് ചെയ്തു. 0.12% ഒരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ന് 0.4% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. സ്മോൾ ക്യാപ്പിൽ പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുകയാണ്. ലാർജ് ക്യാപ്പിലാണ് ഇന്ന് ബൈയിങ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 10% മുകളിൽ ഇടിവ് രേഖപ്പെടുത്തി. 13.5-ലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 15-ന് താഴെ നമുക്ക് ഒരു നല്ല ലക്ഷണം തന്നെയായിട്ട് നമുക്ക് കാണാം. നിഫ്റ്റി ബാങ്കിൽ ഇന്ന് 1% പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായത്. നിഫ്റ്റി IT നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ഒരു സപ്പോർട്ട് സോണിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. 0.13% നേരിയൊരു വർധനയോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 0.3% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡായിരുന്നു ഇന്ന് പൊതുവെ നോക്കുകയാണെങ്കിൽ. പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയുള്ള ഒരു കൺസോൾട്ടേഷൻ നമുക്ക് വേണമെങ്കിൽ കരുതാം. FMCG ഇന്ന് 1% അടുത്ത് പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. നമുക്ക് കാണാം ആ ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പം ട്രേഡ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ ക്യാൻഡിൽ ഒരു പോസിറ്റീവ് ക്യാൻഡിലാണ്. ഓട്ടോ സെക്ടറിൽ വീക്ക്നെസ് തുടരുകയാണ്. ഇന്ന് 0.1% നേരിയൊരു ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. റിയാലിറ്റിയിൽ ഇന്ന് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. 1.47%, 1.5% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം ഒരു പോസിറ്റീവ് ക്യാൻഡിലാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. നിഫ്റ്റി മെറ്റലിൽ ഇന്ന് 0.89% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ്. ഒരു കൺസോൾട്ടേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 0.2% ലോസിലാണ്. റുപ്പിയുടെ വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 85-ലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഓൾ ടൈം ലോ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. US മാർക്കറ്റിൻ്റെ അവസാന ദിവസത്തെ ആ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ഡൗ ജോൺസിൽ 1.18% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ഇതാണ് ഇന്ന് മാർക്കറ്റിന് പൊതുവെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം നൽകിയിട്ടുണ്ടായത്. നാസ്ഡാക്കും 0.85-ൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ലാസ്റ്റ് ദിവസം US മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ S&P 500 US മാർക്കറ്റിൽ 1% മുകളിലുള്ള ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ലാസ്റ്റ് ദിവസം നടത്തിയിട്ടുണ്ടായത്. നിഫ്റ്റി മീഡിയയിൽ അതിൻ്റെ ഒരു ബിയറിഷ്നെസ് തുടരുകയാണ്. ഇപ്പോൾ അത് സപ്പോർട്ടിൽ എന്ന് വേണം നമുക്ക് കരുതാൻ. 0.4%, ഒരു ലോസാണ് ഇന്നുണ്ടായിട്ടുള്ളത്. NSEയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇന്ന് NSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 997 കമ്പനികൾ പോസിറ്റീവ് ക്ലോസിംഗ് നടത്തിയപ്പോൾ 1534 കമ്പനികൾ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. അത് പ്രധാന കാരണം ലാർജ് ക്യാപ്പ് കമ്പനികളൊക്കെ പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ സ്മോൾ ക്യാപ്പിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇതാണ് കൂടുതൽ കമ്പനികളിൽ നിന്ന് ലോസ് വരാൻ കാരണം.
നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ 37 കമ്പനികൾ അഡ്വാൻസ് അതായത് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ 13 കമ്പനികളായിരുന്നു ഇന്ന് ലോസിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. JSW സ്റ്റീലാണ് ടോപ്പ് ഗെയിനറിൽ ലിസ്റ്റിൽ വരുന്ന ഒരു ആദ്യത്തെ കമ്പനി. 2% മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ITC, ഹിൻഡാൽകോ, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ട്രെൻഡ് ഇതൊക്കെ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിൽപ്പെട്ട കമ്പനികളാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലോസ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഓട്ടോ സെക്ടറായിട്ടുള്ള കമ്പനികളാണ്. ഹീറോ മോട്ടോർ കോപ്പ്, മാരുതി സുസുക്കി ഇതൊക്കെയാണ് ഇന്ന് കൂടുതൽ ലോസ് ഉണ്ടാക്കിയിട്ടുള്ള കമ്പനി. നിഫ്റ്റി 500 ഡോംസ് ഇൻഡസ്ട്രീസിൽ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടുവന്ന്. KPR മില്ലിൽ അതേപോലെ തന്നെ വലിയ ലോസ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഗെയിൻ നടത്തിയിട്ടുള്ളത് ഇന്റലക്ട് ഡിസൈൻ കമ്പനിയാണ്. 17% മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. അംബർ എന്റർപ്രൈസ് 12.82% പോസിറ്റീവ് ക്ലോസിംഗ്. അതുപോലെ തന്നെ അദാനി വിൽമർ കുറേ ദിവസത്തിന് ശേഷം ഇന്നൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. 8.58% പോസിറ്റീവ് ക്ലോസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വാർത്തയുമായി മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.